എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നല്ലേ നെയ്ച്ചോറും ബീഫും. ഇന്നും ഒരു നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കിയാലോ. അപ്പോൾ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ബീഫിലേക്ക് 4 പച്ചമുളക് കീറിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വേപ്പില, 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിരുമ്മി 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. ബീഫിന് അത്യാവശ്യം വേവുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് തിളച്ചതിന് ശേഷം ചെറു തീയിലേക്ക് ഇട്ട് പതുക്കെ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. 2 മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നട്ട്സ് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ഈ സവാള ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് നമുക്ക് കുതിർത്താനായിട്ട് വെക്കാം. 1 കിലോ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 3 കഷ്ണം പട്ട, 5 ഏലക്കായ, 3 ഗ്രാമ്പു എന്നിവ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞതിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനിടയ്ക്ക് നമ്മുടെ ബീഫിൽ വെള്ളം പറ്റുമോയെന്നൊന്ന് നോക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ബീഫിൽ വെള്ളം ഏകദേശം പറ്റാറായിട്ടുണ്ട്. ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ റൈസിൽ വെള്ളം പറ്റിയിട്ടുണ്ടാവും കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇതുപോലെ തന്നെ മൂടി വയ്ക്കാം. ഒരു കാര്യം വിട്ടുപോയിട്ടോ, ഈ റൈസിലേക്ക് ഞാൻ വെള്ളം വെച്ചപ്പോൾ തന്നെ റൈസിന് ആവശ്യമായ ഉപ്പും അതുപോലെ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. റൈസ് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ സവാളയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. സവാളയും അണ്ടിപ്പരിപ്പൊക്കെ മുകളിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി തീ ഓഫ് ചെയ്ത് ഇങ്ങനെ തന്നെ അടച്ച് മൂടി വെക്കണം കേട്ടോ.
ഇവിടെ റൈസ് ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫും ഇവിടെ വെന്തിരിക്കുന്നുണ്ട്. അതിനി നമുക്കൊന്ന് ഇച്ചിരി വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് ഇതേ ഒന്ന് വഴറ്റി മുളക് പൊടിയും മസാലപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാനൊന്ന് കടുവറുത്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ഗ്രേവി ഉള്ള രീതിയിലാണ് ഞാൻ ഈ കറി റെഡിയാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. താങ്ക്